സാർ ചെയ്ത സിനിമകൾ പെരുന്തച്ചനായാലും കല്ലുകൊണ്ടൊരു പെണ്ണായാലും പാഥയം വരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണെങ്കിലും ഈ സീരിയലിലൂടെയാണ് സാർ ഏറ്റവും കൂടുതൽ ജനകീയനായിട്ട് മാറുന്നത് അല്ലേ? ഈ രണ്ട് വശം നോക്കണം, സിനിമ എന്ന് പറയുന്ന ഒരു വശവും സീരിയൽ എന്ന് പറയുന്ന മറ്റേ വശവും. സംതൃപ്തൻ ഏത് വർക്കിലാണ്? തൃപ്തി സിനിമയിൽ തന്നെയാണ്, സിനിമയിലാണ് എല്ലാം കൊണ്ടും. കാരണം അവിടെ നമ്മളാണല്ലോ മാസ്റ്റർ. രാജയോ വിജയോ അത് രണ്ടാമത്തെ കാര്യം. അത് ഇപ്പം നിൽക്കുന്ന തൃപ്തിയും ബുദ്ധിമുട്ടും ഉണ്ടാവും, അത് സീരിയലിലും അതുണ്ട്. പക്ഷെ അവിടെ നമ്മളാണല്ലോ എൻ്റെ അതോറിറ്റി, എൻ്റെ ഇതിൻ്റെ പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കാണ്, വിജയത്തിൻ്റെ അവകാശവും ഏതാണ്ട് നമുക്കാണ്. തീർച്ചയായിട്ടും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കോൺട്രിബ്യൂഷനും കാര്യങ്ങളും അവരെല്ലാവർക്കും അവകാശപ്പെട്ടതാണെങ്കിലും നമുക്കൊരു തൃപ്തി എന്ന് പറയുന്ന ആ തരത്തിൽ അവിടെയേ ഉള്ളൂ. കാരണം സീരിയലിൽ അങ്ങനൊരു തൃപ്തി ഉണ്ടാകത്തില്ല. സാറിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മഹാരഥന്മാരോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു പാഠശാല അല്ലായിരുന്നോ? തീർച്ചയായിട്ടും. അതാ ഞാൻ പറഞ്ഞു, തൃപ്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു സ്പാൻ, സിനിമയോ സീരിയലോ പ്രൊഫഷണലോ ഉപരിയായിട്ട് ജീവിതം എന്ന് പറയുന്നൊരു കാര്യത്തിൻ്റെ അളവ് എടുത്തു നോക്കുമ്പം ആ കാലഘട്ടത്തിലെ ആ ജീവിതം, പിന്നെ ഈ പറഞ്ഞ ആൾക്കാരുമായിട്ടുള്ള ബന്ധം, അത് പിന്നെ വളരെ വലിയൊരു അസറ്റ് തന്നെയാണ്. നിങ്ങൾ പറഞ്ഞ താരങ്ങൾ മാത്രമല്ലല്ലോ, എം ടി വാസുദേവൻ, അദ്ദേഹമാണ് ഞങ്ങളുടെ ഗോഡ് ഫാദർ. അദ്ദേഹമാണ് ഞങ്ങളുടെ കമ്പനികൾക്ക് പേരിട്ടത്. ഒരു എന്താ പറയുക, നമ്മളെ കൊണ്ടു നടന്ന് ഇപ്പം പഞ്ചാഗ്നി എന്ന് പറയുന്ന ഒരു സിനിമയിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് വന്ന് ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അവിടേക്ക് നമ്മുടെ കോഴിക്കോടെന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ തട്ടവും കൊണ്ട് അവിടെ ഓരോ വീടുകളിൽ ലൊക്കേഷൻ കാണാൻ പോകാൻ ഉൾപ്പെടെ വരികയും ഓരോരോ ബാലപാഠങ്ങൾ പറഞ്ഞു തരികയും ചെയ്ത് ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു അത്യപൂർവമായ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എം ടി സാറിനെ പോലെ ആൾ അധികം മൗനിയാണെന്നറിയാമല്ലോ, അധികം കൂടുതൽ സംസാരിക്കാത്ത ആളാണ്. അങ്ങനെ തന്നെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റത്തുള്ളൂ. പക്ഷേ കമ്മ്യൂണിക്കേഷൻ തമാശ വളരെ അപൂർവമായിട്ട് തമാശ പറഞ്ഞു ഞങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ വളരെ ഗ്രൗണ്ട് എർത്തായിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെ. അത് പിന്നെ പറയുന്ന പോലെ സംസാരിച്ച് കലപില എന്ന് പറഞ്ഞ് സംസാരിക്കുന്നില്ല എന്നുള്ളത് വെച്ചാൽ അദ്ദേഹം പറയുന്ന അതിനത്രയും വോൾട്ടേജ് ഉണ്ട്. പിന്നെ എല്ലാ അർത്ഥവത്തായ കാര്യങ്ങളാണല്ലോ പറയുന്നതും. വളരെ കാഷ്വലായിട്ട് സംസാരിക്കുന്നത്, അല്ല വല്ല സാഹിത്യമൊന്നും അല്ല സംസാരിക്കുന്നത്, ഇപ്പോൾ കച്ചയാണ് സംസാരിക്കുന്നത്. അപ്പോൾ സാറ് കൊണ്ട് പരിചയപ്പെടുത്തിയതാണ് എൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് ശരിക്കും പറയാം. ആദ്യമായിട്ട് ആ സിനിമയുടെ എന്തൊക്കെ ആകരുത് എന്നുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ആകാം എന്നുള്ള പരിമിതമായ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയല്ല. നമ്മളിപ്പോൾ ലൊക്കേഷൻ കാണാൻ പോകുമ്പോൾ ഉള്ള കാര്യം, ആർട്ടിസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യം, ചാർട്ട് ചെയ്യുന്ന കാര്യം, പിന്നെ ഇതുപോലുള്ള ഒരുപാട് ആൾക്കാർ അഭിനയിക്കാൻ വേണ്ടിയൊക്കെ വരുമല്ലോ. ഒരുവിധപ്പെട്ട പ്രത്യേകിച്ച് കാലിക്കറ്റിലൊക്കെ നാടകത്തിൻ്റെയും മറ്റേതിലും ഒരുപാട് ആൾക്കാരുള്ളൊരു ഷോയാണ്. അപ്പം ഹരിഹരൻ സാറും ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ നാടാണ്, എം ടി സാറിൻ്റെ നാടാണ്, പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് ആർക്കെ അങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ നാടാണ്. അപ്പം അതുകൊണ്ട് വരുന്ന ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്യണം, എന്തൊക്കെ രീതിയിലായിരിക്കണം ഒരു സിനിമയിൽ അഭിനയിപ്പിക്കുന്നത്, ശ്രദ്ധിക്കേണ്ടത്, അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞ ഈ പഞ്ചായത്തിനിൽ സാർ വർക്ക് ചെയ്തിട്ട് ചോദിക്കുക, തിരുവോട്ട് സാർ ഉണ്ടായിരുന്നു, ലൊക്കേഷൻ എല്ലാം പോയിട്ടുണ്ട്. അതെ. ഈ പഞ്ചായത്തിന് കേൾക്കുമ്പോൾ മോഹൻലാൽ, മീശ പഠിച്ച മോഹൻലാൽ റേഡിയോ പിടിച്ചുകൊണ്ട് സാഗരങ്ങളെ പാടി ഉണർത്തി ആ പാട്ടാണ് മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്. ശരിക്കും പാട്ട് അന്നൊക്കെ ഹിറ്റാവുന്ന പോലെ പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആ പാട്ടിൻ്റെ ഓഡിയോ കാസറ്റ് എന്ന് പറയുന്ന ഒരു ഇന്ന് ചരിത്രത്തിലുണ്ടായിട്ടുള്ള ആ കാലത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കോമ്പിനേഷൻ ആയിട്ടുള്ള സോങ്ങിൻ്റെ ഓഡിയോ കാസറ്റായിരുന്നു. ഏറ്റവും കൂടുതൽ ഹിറ്റായതും ആ തരംഗിണിയുടെ ഏറ്റവും കൂടുതൽ സെയിലുണ്ടായതാണ്. കാരണം കാതോട് കാതരം പഞ്ചാഗ്നി നക്ഷത്രങ്ങൾ ഒന്നിനൊന്ന് മികച്ച പാട്ടുകളായിരുന്നു. അതെ, തീർച്ചയായിട്ടും. മൂന്നിൻ്റെയും കൂടെ ഒരുമിച്ചാണ് കാസറ്റ് ഇറങ്ങുന്നത്. ആ കാസറ്റ് ഇറങ്ങിയതിന് ശേഷമാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി മാസ് ഹിറ്റായി കഴിഞ്ഞ പാട്ടുകളാണ്. അപ്പം നമുക്കും അതിനോടൊരു ഭയങ്കര വൈകാരികമായ അടുപ്പമുണ്ട്. പിന്നെ ഇത് ഷൂട്ട് ചെയ്യുമ്പോഴുള്ള അനുഭവം അതൊക്കെ നമുക്കൊരു വളരെ ഉണ്ട്. ഇത് ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഈ സാഗരങ്ങളെ എന്നുള്ളത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഉള്ളിൽ ഗ്രാമത്തിലുള്ളൊരു വീട്ടിലൊരു പൊട്ടക്കുളവും അപ്പുറത്ത് ചെറിയ വീടും ഒക്കെ ആയിട്ട് ഈ റഷീദ് എന്ന് പറയുന്ന മോഹൻലാലും തിലകനും കൂടെ താമസിക്കുന്ന വീടാണ്. അവിടേക്ക് പരോളിൽ വന്നിരിക്കുന്ന ഇന്ദിര എന്ന് പറയുന്ന ക്യാരക്ടർ അവരുടെ തറവാട്ടിൽ നിന്നും ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാറി നിൽക്കേണ്ട ഈ വീട്ടിൽ താമസിക്കാൻ വരുന്ന ദിവസമാണ്. അന്ന് രാത്രിയിലാണ് ഈ സോങ് സിറ്റുവേഷൻ. അത് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നടൻ മുരളിയും കൈതപ്പുറം ദാമോദരൻ മുരളിയും കൂടെ ആദ്യമായിട്ട് അവിടെ അഭിനയിക്കാൻ, അവിടെ മുരളിയെ പരിചയപ്പെടുത്താൻ വേണ്ടി വരികയാണ്. ഇപ്പം നമ്മൾ മദ്രാസിൽ വെച്ചിട്ട് ചെന്നൈ വെച്ച് ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങൾ ആലോചന നടക്കുമ്പം എല്ലാ കഥാപാത്രങ്ങളും ഭയങ്കര താരബാഹുല്യമാണല്ലോ ആ സിനിമയിൽ. പക്ഷേ എല്ലാവർക്കും വളരെ ചെറിയ കഥാപാത്രങ്ങളുള്ളൂ, പക്ഷെ എന്നാലും എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി പ്രധാനപ്പെട്ട ഒരു വില്ലൻ, ഇത്രയും ആൾക്കാരുണ്ടെങ്കിലും അത് മെയിൻ വില്ലൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാൻ ഒരു പുതുമുഖമായിരിക്കും വരുന്നതെന്ന് നമ്മൾ പലരെ ആലോചിച്ച് പല അറിയപ്പെടുന്ന നടന്മാരെ എല്ലാം ആലോചിച്ച് വന്നതാണ്. അപ്പോഴാണ് ഹരിഹരൻ സാർ പറഞ്ഞ് ഇങ്ങനെ ഒരാളുണ്ട്, എൻ്റെ അടുത്ത് നേരത്തെ ഗാന്ധിപതി ബാലൻ അങ്ങനെ
പറഞ്ഞ് പരിചയപ്പെടുത്തി ഞാൻ കണ്ടാണ് കൊള്ളാം കോൺവെർട്ട്. അപ്പോൾ പുള്ളി ഡൽഹിയിൽ എവിടെയെന്ന് ചോദിക്കുമ്പം അദ്ദേഹം ഡൽഹിയിലൊരു നാടക മത്സരത്തിന് പോയിരിക്കുകയാണ്. അദ്ദേഹം ഈ പിന്നെ എന്താ പ്രസാദ് സാറിൻ്റെയൊക്കെ നാടക സമിതി മറ്റേ സൗവർണികത്തിൽ അതിൻ്റെ നാടക മത്സരത്തിന് പോയിരിക്കാം. തിരിച്ച് കോഴിക്കോട് വന്ന് വണ്ടി ഇറങ്ങിയിട്ട് ഞങ്ങളുടെ അടുക്കിലേക്ക് വരുന്ന വരവാണത്. അപ്പോൾ അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുവരുന്നത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ്. അപ്പോൾ കൈതപ്പുറം ആരാണെന്ന് ആർക്കും അറിയില്ല. കൈതപ്പുറത്തിൻ്റെ ആദ്യത്തെ സിനിമ പിന്നെ ഇറങ്ങിയിട്ടില്ല അന്നേരം. അതായത് ദേവദുന്ദുഭി എന്ന് പറയുന്ന സോങ് എന്നെന്നും കണ്ടിട്ടുണ്ട്. അത് ഇറങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞ് ഇറങ്ങുന്നത്. പക്ഷെ ആ സോങ് അദ്ദേഹം ചെയ്തു കഴിഞ്ഞു. മാതൃഭൂമിയിലെ ഉദ്യോഗസ്ഥനാണ്. മാതൃഭൂമിയിലെ ആളാണെന്നുള്ളതിൽ ഇദ്ദേഹത്തിൻ്റെ പഴയ സുഹൃത്ത് അവർ രണ്ടും വരുന്നത്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ആദ്യമായിട്ട് വന്ന് വരുന്നു വരികൻ സാറിനെയും പിന്നെ MT സാർ സ്ഥലത്ത് അതിനകത്ത് അവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഞങ്ങളെല്ലാം പരിചയപ്പെടുന്നത് അപ്പോഴാണ്. അതാണ് അതുപോലെ ഓരോ അനുഭവം. പിന്നെ അതിനകത്ത് വേറെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സാധാരണ പ്രൊഡക്ഷനിൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളിൽ ഞാനൊരു പുതുമുഖം എന്നുള്ള നിലയിൽ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലുള്ള ഒരു ടെൻഷൻ ഉണ്ടായത് അവിടെ ഈ പിന്നെ നാനാ വീക്കിലിക്കാർ അവിടെ എത്തുന്നു. ഈ സെറ്റ് കുറയാൻ വേണ്ടി വരും. സാറിന് എല്ലാ സീറ്റിലും ഒരു സെറ്റ് കുറയാൻ വേണ്ടി വരും. അപ്പം സെറ്റ് കുറയാൻ വരുമ്പം തിലകൻ മാഷ് അഭിനയിക്കുന്നുണ്ട്. തിലകൻ മാഷും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്കൊന്ന് ഈ വീട് തന്നെയാണ് തിലകനും മോഹൻലാലും കൂടെ താമസിക്കുന്ന വീട്. ഇവർ തമ്മിൽ ഭയങ്കര ഒരു പൊളിറ്റിക്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. നാനാ വീക്കിലിയും തിലകനും തമ്മിൽ. അത് എല്ലാവർക്കും സിനിമയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓപ്പണായിട്ട് അവരെഴുതുകയും ഇദ്ദേഹത്തിന് വേറെ എല്ലാ സ്ഥലങ്ങളിൽ അവരെ പറ്റി പറയുകയൊക്കെ ചെയ്യുന്ന ഭയങ്കര കണ്ടുകൂടാ. അപ്പോൾ ഇവർ വരുന്നു ലൊക്കേഷനിൽ എത്തുമ്പോഴത്തേക്ക് ഇദ്ദേഹം പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകും, ഞാൻ അഭിനയിക്കത്തില്ല. പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ കംഫർട്ടബിൾ ആവത്തില്ല, പറ്റില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗം ആയിട്ടില്ല. പിറ്റേ ദിവസമാണ് കേട്ടോ, തലേന്നുള്ള കാര്യമാണ്. അത് അവർക്ക് അവരന്ന് ഹോട്ടലിൽ വന്നു. മഹാറാണി എന്ന് പറഞ്ഞ ഹോട്ടലിൽ താമസിക്കും. അവർ ഹോട്ടലെത്തി രാത്രി റൂമിലുണ്ട്. അപ്പം നാളെ സെറ്റിൽ വരുന്ന കാര്യം പറയുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞറിയാം. നമ്മൾ പോയി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു വിധത്തിലും സമ്മതിക്കത്തില്ല. പത്രക്കാർ പറയുന്നത് ഇത് നിങ്ങളുടെ സെറ്റാണ്, നിങ്ങളുടെ സെറ്റ് അതിഥികളായിട്ട് ഞങ്ങൾ വരുവാണ്, ഞങ്ങളെ ക്ഷണിച്ചിട്ട് പത്രം കവർ ചെയ്യാൻ വരുവാണ്. അപ്പം അവിടെ ആരും അതിഥികൾ വരണം വേണ്ടെന്ന് നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്. അഭിനയിക്കുന്ന ആൾക്കാർ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം വന്നോട്ട് അഭിനയിച്ചോട്ടെ, ഞങ്ങൾ അദ്ദേഹത്തെ ശല്യപ്പെടുത്താൻ മുതൽ അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ വേണ്ട, ഒന്നും വേണമെന്നില്ല. ഞങ്ങൾ സെറ്റ് കുറയാൻ വേണ്ടിയാണ് വരുന്നത്. അവർ വന്ന് ഞാൻ ഇറങ്ങി പോകാൻ പരിചയമില്ലാത്ത ആളും കൂടാണ് മനസ്സിലാവുന്നത് ആദ്യമായിട്ട് വരുവാണ്. അപ്പം അതൊരു വലിയ പ്രതിസന്ധിയായിരുന്നു. എങ്ങനെ മറികടന്നു ഇപ്പം എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. മേ ബി അന്നത്തെ ദിവസം അവര് ഹോട്ടലിൽ വന്നപ്പോഴാണ് ഈ പ്രശ്നം ആവുന്നത്. ലൊക്കേഷനിലേക്ക് വന്നായിരുന്നു. അവര് തലേന്ന് ഹോട്ടലിൽ വന്നു. പിറ്റേന്നാൾ ലൊക്കേഷൻ പോകുന്നതിന് മുമ്പ് റൂമിൽ മാറാണി താമസിക്കുമ്പോഴാണ് ഈ ഇഷ്യൂ വരുന്നത്. പിറ്റേന്ന് അവർ വന്നു, ലൊക്കേഷനിൽ വന്നു. പക്ഷേ അദ്ദേഹം ഉള്ള സീൻ ഇല്ലാത്തപ്പോഴാണോ എങ്ങനെ മാനേജ് ചെയ്തെന്നല്ല ഓർമ്മയില്ല. പിന്നെ നമ്മളത് ബാക്കിയുള്ളവരൊക്കെ സംസാരിച്ചു. കാരണം മോഹൻലാലുണ്ട്, ബാക്കി നെടുമുടി വേണുണ്ട്, വേണുചേട്ടനൊക്കെ എല്ലാവരും ഉണ്ടല്ലോ. അവരെല്ലാം നല്ല പരിണതപ്രചരായ ആൾക്കാരല്ലേ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ തിലകന്റെ സ്വഭാവം സാർ മനസ്സിലാക്കി, ഇങ്ങനെയാണ് ഒരു കടുംപിടുത്തക്കാരാണ് മനസ്സിലാക്കി. ആ തിലകനെ വെച്ച് സാർ പെരുന്തച്ചൻ ചെയ്യുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു വെപ്രാളം കാണത്തില്ല. കാര്യം ഇത്രയും വലിയ നെടുനീള വേഷം കൊടുക്കണം, അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ നമ്മൾ മാനിക്കണം. എപ്പോഴാണ് ഡൈവേർട്ട് ചെയ്ത് പോകുന്ന അറിയത്തില്ല. അതെങ്ങനെയാണ് അത് അഡ്ജസ്റ്റ് പോയത്? അല്ല, ഇത് ഒരു പർട്ടിക്കുലർ കേസാണ്. അവർ എല്ലാവരോടും ഉള്ളതെന്നുള്ളതല്ല, ഇത് അവർ തമ്മിലുള്ള ഒരു പൊളിറ്റിക്സ് എല്ലാവർക്കും അറിയാവുന്നതാണ്. നാനായിക്കൂടെ പുള്ളിയെപ്പറ്റി ഭയങ്കരമായിട്ട് എഴുതുന്നുണ്ട് അവര്, മോശമായിട്ടുള്ള ഇതിരിക്കുന്നുണ്ട്. ഇദ്ദേഹവും കിട്ടുന്ന മറ്റ് ഇന്റർവ്യൂവിലും ബാക്കിയുള്ളവരോ ഇവരെ കളിയാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ ബാലേന്ദ്രമേനോനും ആ സമയത്ത് ബാലേന്ദ്രമേനോനും നാനയ്ക്കെതിരായിട്ട് നിൽക്കുമായിരുന്നു. അപ്പം ബാലേന്ദ്രമേനോനെ പറ്റിയും അങ്ങനെ ചെയ്യുന്ന അതൊരു പൊളിറ്റിക്സ് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. പിന്നെ ഈ പെരുന്തച്ചൻ ചെയ്യുന്ന സമയം എന്ന് പറയുമ്പോൾ അത്രയും വർഷങ്ങൾ കൊണ്ട് ഞാൻ എത്രയോ സിനിമകളിൽ പിന്നീട് തിലകനോട് ഇപ്പം വർക്ക് ചെയ്യും. നമ്മളുമായിട്ടും പ്രശ്നമില്ലല്ലോ. പിന്നെ ആ സിനിമയും ചെയ്തു. അതിനുശേഷം ഞങ്ങളുടെ മിക്കവാറും എല്ലാ സിനിമകളിലും അദ്ദേഹം. അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പിൽ ആ പ്രശ്നം പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ വിശേഷമുള്ള ആളാണെന്നുള്ളതേ ഉള്ളൂ.